36 ഹെലികോപ്റ്റർ തകർന്ന് കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഐക്യരാഷ്ട്രസഭ. അനുശോചന സമ്മേളനം ബഹിഷ്കരിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭ നിലകൊള്ളേണ്ടത് ഇറാൻ ജനതയ്ക്കൊപ്പമെന്നും ഒരു പീഡകന്റെ കൂടെയല്ലെന്നും അമേരിക്കയുടെ പ്രതികരണം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം ഈ ഒരു ലോക സംഘടന എന്ന നിലയിൽ UN ഇതിൽ നിന്ന് പിന്മാറാനും കഴിയില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കെൻ പറഞ്ഞതുപോലെ ഈ ഹെലികോപ്റ്റർ തകർന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല. ഇബ്രാഹിം റൈസിയോടുള്ള അമേരിക്കയുടെ അനിഷ്ടമാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭാ സമുച്ചയത്തിനുള്ളിലും എത്തിയിരിക്കുന്നത്. 193 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ഒരു പരമ്പരാഗത രീതിയാണ് ഒരു രാജ്യത്തിന്റെ തലവൻ മരണമടഞ്ഞാൽ അതിന് ആദരാഞ്ജലി അർപ്പിക്കുക എന്ന്. ഇബ്രാഹിം റൈസിക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാൻ ഇന്ന് ഐക്യരാഷ്ട്ര സഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആദരാഞ്ജലിയിൽ ഈ റൈസിയെ കുറിച്ചുള്ള പ്രസംഗങ്ങളൊക്കെ പല ലോക നേതാക്കളുടെയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അനുശോചന സമ്മേളനം ബഹിഷ്കരിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സഭ നിലകൊള്ളേണ്ടത് ഇറാൻ ജനതയ്ക്കൊപ്പമാണെന്നും അവരെ പതിറ്റാണ്ടുകളായി പീഡിപ്പിച്ച ഒരാളുടെ ഓർമ്മകളൊന്നും അയവിറക്കാൻ ഉള്ള സ്ഥലമല്ല ഐക്യരാഷ്ട്ര സഭ എന്നാണ് അമേരിക്കയുടെ ഒരു സ്റ്റാൻഡ്. ചരിത്രത്തിലെ ഏറ്റവും മോശമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ചിലത്, പ്രത്യേകിച്ച് ഇറാനിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെ ഇബ്രാഹിം റൈസിയുടെ ഭരണകാലത്താണ് ഏറ്റവും ഈ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ നടന്നത്. അതുപോലെ 1988 ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ റൈസി കൊന്നൊടുക്കുകയും ചെയ്തു എന്നാണ് അമേരിക്ക പറയുന്നത്. നേരത്തെ മെയ് 20 ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ കൗൺസിൽ റൈസിക്ക് അന്ന് അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ആദരവ് പ്രകടിപ്പിച്ച് ഒരു നിമിഷം മൗനം പാലിച്ച് എഴുന്നേറ്റ് നിന്നിരുന്നു. അന്ന് നിവർത്തികേട് കൊണ്ടായിരിക്കാം അമേരിക്കയുടെ UN ഡെപ്യൂട്ടി അംബാസിഡർ റോബർട്ട് വുഡ് മനസ്സില്ലാ മനസ്സോടെ മറ്റു 14 പേരോടൊപ്പം എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അതുപോലെ റൈസിയുടെ മരണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഒന്നും അനുശോചിക്കാതിരുന്നപ്പോൾ വൈറ്റ് ഹൗസ് ഒരു ചടങ്ങെന്നുള്ള നിലയിൽ ഔദ്യോഗികമായി ഒരു അനുശോചനം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ ഈ ബൈഡൻ ഭരണകൂടത്തിനെ റിപ്പബ്ലിക്കൻ പാർട്ടി ഏറെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നാണ് മധു നമുക്കൊപ്പം ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.